Hi friends, welcome back to my YouTube channel Ria Standard Maths. In the discuss page number 68 questions. First question, prove that the line joining the centers of two interesting circles is the perpendicular bisector of the line joining the point of intersection. എങ്ങനെയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രൂവ് ചെയ്യേണ്ട രണ്ടെണ്ണമാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എന്തൊക്കെയാന്ന് വെച്ചാല് AO is equal to BO, angle AOC is equal to angle BOC is equal to 90 degree ആണെന്നൂടെ പ്രൂവ് ചെയ്യണം. 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമുള്ളൂ അതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു ഇത് മാത്രം ഞാൻ എന്ത് ചെയ്യാൻ വരയ്ക്കാണ്. എന്ത് പറയാം, ACയും BCയും BCയും റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ ആണെന്ന് പറയാം. AC is equal to BC. കാരണം എന്താ, റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ നോക്കും. ACയും BCയും ഒരു സർക്കിളിന് ഒരു റേഡിയസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കോമ്പസ് എടുക്കുമ്പോൾ ഈ ഒരു ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചുറ്റുന്നുണ്ടാവും. അപ്പൊ ഇവിടെയുള്ള ഈ റേഡിയസും ഇവിടെയുള്ള റേഡിയസും ഒക്കെ സെയിം തന്നെ ആയിരിക്കും. അപ്പോ ഈ ഒരു AC എന്ന് പറഞ്ഞ റേഡിയസും BC എന്ന റേഡിയസും സെയിം സർക്കിളിന്റെ ആയതുകൊണ്ട് ആ രണ്ട് മെഷേഴ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ AC is equal to BC എന്തുകൊണ്ട്, റേഡി ഓഫ് ദ സെയിം സർക്കിൾ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ക്വസ്റ്റ്യൻസിലായിട്ട് കേട്ടോ, ആൻസർ ആയിട്ട്. പിന്നെ AD is equal to BD. AD is equal to BD അതും എന്ത് തന്നെയാണ്, റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ വരിക. കാരണം ഈ ഒരു ഇത് ഫസ്റ്റ് ഇതും സെക്കൻഡ് എന്ന് വിചാരിക്കുക. സർക്കിള് സെക്കൻഡ് ട്രയാങ്കിളിന്റെ BD എന്ന റേഡിയസും AD എന്ന റേഡിയസും സെയിം ലെങ്ത് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം, ADന്റെ ലെങ്ത് തന്നെയാണല്ലോ BDയും വരിക. അങ്ങനെ രണ്ടെണ്ണം. പിന്നെ ഇവിടെ കോമൺ സൈഡ് ആയിട്ട് വരുന്നത് CD ആണ് വരിക. CD is equal to CD ആണ് കോമൺ സൈഡ്. ഓക്കെ, ACയും BCയും സെയിം ആണ്, BDയും ADയും സെയിം ആണ്. അതുകൊണ്ട് അതിന്റെ ആംഗിൾസും എന്തായിരിക്കും വരിക, സെയിം ആയിരിക്കും വരിക. The angles opposite to the equal sides ന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇതിന്റെ ആംഗിൾസ് ഏതൊക്കെ ആംഗിൾസ് ആയിരിക്കും ഇവിടെ ഈക്വൽ ആയിട്ട് വരിക. ആംഗിൾ ACD is equal to ആംഗിൾ BCD. പിന്നെ ആംഗിൾ ADC is equal to ആംഗിൾ BDC. പിന്നെ ആംഗിൾസ് കണ്ടെത്താൻ വേണ്ടിട്ട് നമുക്ക് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ മാത്രമായിട്ട് എടുക്കാം. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ആംഗിള് മാത്രമായിട്ട് ആംഗിൾ അല്ല, ലൈൻ AD is equal to BD ആണ് അല്ലെ, അത് നമുക്കറിയാം, റേഡിയസ് ഓഫ് ദ സെയിം സർക്കിൾ ആയതുകൊണ്ട്. പിന്നെ OD is equal to OD കാരണം കോമൺ സൈഡ്. ഓക്കെ, അത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ, കോമൺ സൈഡ് ആയിരിക്കാം. പിന്നെ ആംഗിൾ ADO is equal to ആംഗിൾ BDO. ആംഗിൾ ADO is equal to ആംഗിൾ BDO എന്ന് നമുക്കറിയാം. മറ്റേ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പിന്നെ ഇവിടെ ഇതിന്റെ രണ്ട് ലൈൻസ്, ഈ രണ്ട് ലൈൻസും ഈക്വൽ സൈഡ്സും ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ഈക്വൽ ആണ് ലൈനിൽ വരുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. പിന്നെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore AO is equal to BO and angle AOD is equal to angle BOD. അത് പറയാം, കാരണം എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ആയിരിക്കും. അത് അടുത്ത എഴുതണമെങ്കിൽ പറയും. The angles, അതുകൂടെ എഴുതി വെക്കട്ടെ, the angles opposite to the equal sides
ആംഗിൾ എ ഓടിയും ആംഗിൾ ബി ഓടിയും സെയിം ആവാനുള്ള കാരണം എന്താണ്? ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ്. ആംഗിൾസ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈക്വൽ സൈഡ്സുകൾ എന്തുകൊണ്ടാണ് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ ഈക്വൽ സൈഡ്സുകൾ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആംഗിൾ എ ഒ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഓന്റെ ആംഗിൾസ് ഈക്വൽ എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. അത് എത്ര 90 ഡിഗ്രി ആണെന്ന് പറയാം. എന്നാലേ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊരു ലീനിയർ പെയർ വരും. ഇങ്ങനെയാണ് ജസ്റ്റ് ഇത് ഈ 2 ലൈൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോ ഇത് ലീനിയർ പെയർ അതുകൊണ്ട് സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും വരിക അല്ലെ. 180 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഓരോ ആംഗിൾസും എത്ര ആയിരിക്കും? ഇത് മൊത്തം 180 ഡിഗ്രി ആണ്. അപ്പൊ ഓരോ ആംഗിൾസും 1 ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോ ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഡി is equal to 180 degree linear pair. Therefore, angle AOD is equal to angle BOD is equal to 90 degree. Okay, മനസ്സിലായല്ലോ? ആദ്യം നമ്മൾ എന്താ സർക്കിൾ തന്നിട്ടുണ്ടായിരുന്നു, ആ 2 സർക്കിളിന് ആയിട്ടുള്ള ഒരു കോഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടാകുന്നത്? ആ സർക്കിളുടെ ആ പാസ് ചെയ്യുന്ന ആ ലൈൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം എ ബി എന്ന ലൈൻ. വേണ്ടത് എ ഒ എന്ന ലൈനും ബി ഒ എന്ന ലൈനും സെയിം ആയിരിക്കണം മെഷർമെന്റ്. പിന്നെ ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ എ ഒ സി ആണ്. മറ്റ് ആ പിക്ചർ നോക്കിയിട്ട് നോക്കി വെക്കാം കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നോക്കുക. പിന്നെ വരുന്നത് ആംഗിൾ അല്ല, ലൈൻ അവിടെ സെയിം സർക്കിൾ ആയതുകൊണ്ട് റേഡിയസ് സെയിം സർക്കിൾ ആണ്. എ സിന്റെയും ബി സിന്റെയും ലൈന് സെയിം റേഡിയസ് ആണ്, ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ്. അതേപോലെ തന്നെയാണ് ആംഗിൾ അല്ല ആ ലൈൻ 2 സൈഡുകൾ എ ഡിയും ബി ഡിയും എന്ന 2 എ ഡിയും ബി ഡിയും എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു സെയിം സർക്കിളിന്റെ. അതിൽ സി ഡി എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡ് ആണ്. ഓക്കെ, വെറും മറ്റേ മാത്രം എടുത്ത് നമ്മൾ വരച്ചല്ലോ. അതിൽ എ ബി എന്ന ലൈൻ ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? സി ഡി എന്ന് പറയുന്നത് ഒരു കോമൺ സൈഡ് ആയിരിക്കും വരാം. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി ആണ്. ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇതിന്, അതുകൊണ്ട് വരും അല്ലെ, സെയിം സർക്കിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ ആംഗിൾസ് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എ ഡി എന്ന് പറയുന്നത് ബി ഡി ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇവിടെ കോമൺ സൈഡ് വരുന്നത് ഒ ഡി എന്നുള്ളതാണ്. പിന്നെ ആംഗിൾ എ ഡി ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി ഒ ആണ്. എ ഡി ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി ഒ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. പിന്നെ therefore AO is equal to BO. അപ്പൊ ആ ഒരു ഫസ്റ്റ് പ്രൂവ് ചെയ്തു. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്, ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ ലീനിയർ പെയർ, അത് പെർപെൻഡിക്കുലർ ആണ് നമുക്ക് തെളിയിക്കണം. അപ്പോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഓരോ ആംഗിൾസും എത്രയൊക്കെ? 90 ഡിഗ്രി ആണ് വരുന്നത്. ഇതൊരു ലീനിയർ പെയർ ആയതുകൊണ്ട് അതിന്റെ ആ 2 ആംഗിൾസും ആഡ് ചെയ്താൽ അതിലെ ആംഗിൾസ് മൊത്തം ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരും. ആംഗിൾ എ ഒ ഡി പ്ലസ് ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടണം ലീനിയർ പെയർ. therefore ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിന് നോട്ട്സ് എങ്ങനെ എഴുതണ്ടെന്ന് വെച്ചാല് ഞാൻ ഇപ്പോ എഴുതുന്നല്ലോ, ബോർഡിൽ എഴുതാന്നല്ലോ. പിക്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ വരച്ച് എഴുതിക്കോ, എന്നാ ഒന്നുകൂടെ മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ നോക്കുക അതില്, അത് ഈസിയാണ്. The picture on the right shows 2 circles centered on the same point and a line intersecting them. Prove that the parts of the line between the circle on either sides are equal. എന്താ പറയുന്നത്? നമുക്ക് 2 സർക്കിൾ വന്നിട്ടുണ്ട്, അതിന് 2നും പാടുള്ള ഒരു കോഡും ഉണ്ടാവും. പിന്നെ ആ 2നും ഒരു ഇതുണ്ടാവുക, ഒരു സെൻട്രോളും ഉണ്ടാവും.
നമുക്ക് ഇങ്ങനെ പിക്ചർ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നെയിം ഇട്ട് കൊടുക്കാം, മനസ്സിലാവേണ്ട ABCD. ആ ഇന്റർസെക്ട് ചെയ്യുന്ന എല്ലാ പോയിന്റ്സിനും എന്ത് ചെയ്യാം, നെയിം ഇട്ട് കൊടുക്കാം. പിന്നെ ചാപ്റ്ററിൽ പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട്സ് ദ കോഡ്. നമുക്കറിയാലോ അല്ലെ, എന്താ പറയുന്നത്, ഈ ഒരു പെർപെൻഡിക്കുലർ കോഡിൽ നിന്ന് വരുന്ന ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെന്ററിലോട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ബൈസെക്ട് ചെയ്യായിരിക്കും. അപ്പൊ അതിന്റെ ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. പിന്നെ ഇവിടെ AD എന്ന ലൈന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ AB എന്ന ലൈനും CD എന്ന ലൈനും സെയിം ആയിരിക്കണം എന്നാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. AD എന്ന ലൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ AE is equal to CD ആയിരിക്കും. A is equal to ED. AE is equal to ED ആണ് നമുക്കറിയാം. കാരണം എന്താണ്, നമ്മൾ അതിന്ന് സെൻട്രൽ നിന്ന് കോഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനിന്റെ എവിടെയായിരിക്കും മീറ്റ് ചെയ്യുന്നത്, മിഡ് പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എന്ത് പറയാം, A is equal to ED ആണെന്ന് നമുക്ക് പറയാം. പിന്നെ എന്ത് പറയാം, ഇവിടെ BE is equal to CE ആണ്. BE is equal to CE ആണ്. Therefore AE minus BE is equal to DE minus CE. AEയിൽ നിന്നും BC മൈനസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക, AB കിട്ടും. AE നിന്ന് BC മൈനസ് ചെയ്താൽ AB. DEയിൽ നിന്ന് CE മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, CD എന്നും കിട്ടും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞല്ലോ AB is equal to CD എന്ന്. അതിനാണ് നമുക്കൊരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് നമുക്ക് തന്നില്ല, നമ്മൾ വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. കാരണം എന്താണ്, നമുക്ക് ഇങ്ങനെ സർക്കിൾ തന്നിട്ട് അതിന്റെ സെന്റർ ഭാഗവും പിന്നെ കോഡും തന്നിട്ടുണ്ട്. അപ്പൊ സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് കോഡിലോട്ട് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, കോഡിന്റെ സെന്ററിലായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്താ പറയാം, അത് രണ്ടും നടുവിലായതുകൊണ്ട് ബാക്കി രണ്ട് ലൈനും എന്തായിരിക്കും, ഈ രണ്ട് ലൈൻസും സെയിം ആയിരിക്കും എന്ന് പറയാലോ. AE is equal to ED എന്ന് പറയാം. അതുപോലെ തന്നെ BEയും CEയും തന്നെ ആയിരിക്കും സെയിം ആയിരിക്കും. കാരണം ഈ ഒരു സർക്കിളിന്റെ മാത്രം എടുക്കുകയാണെങ്കിൽ അതിന്റെ നടുവിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതും സെയിം ആയിരിക്കും. പിന്നെ അതുകൊണ്ട് AE മൈനസ് BE is equal to എന്താണ്, AEയിൽ നിന്നും BE മൈനസ് ചെയ്ത് തന്നെയാണ് ED മൈനസ് DE മൈനസ് CE എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ABയും CDയും. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് ശരിയായില്ലേ, മനസ്സിലായി. AB is equal to CD എന്ന ലൈന് പ്രൂവ് ചെയ്യാനാണ് വന്നത്.